ബാത്റൂമും ഇല്ല. നമുക്ക് കക്കൂസിന് പോലും കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഇതിനകത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനായിട്ട് വീടില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, ബാത്റൂം ഇല്ല, കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനും നനയ്ക്കാനും ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സാധാരണ കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടുമ്പം ഇത് ഒരു ഷോക്കേസിലൊക്കെയാണ് വെക്കുന്നത്. മക്കൾക്ക് കിട്ടിയാണോ ഇത് ആണ് സമ്മാനം? കിട്ടിയത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ബുധനൂരാണ്. അപ്പോഴ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഒരു വീടിൻ്റെ അവസ്ഥ അറിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ സാഹചര്യം നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ചെറിയ ഷെഡിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവരുടെ ബാത്റൂമൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവരുടെ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണം. ഈ ഒരു കുടുംബത്തിന് സഹായം ഉണ്ടാകണം. അപ്പോൾ ചേച്ചി ഇത് അകത്തോട്ട് വെച്ചു. ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചത്. ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ചേച്ചി നിൽക്കുന്ന ഇതിൻ്റെ ബാക്കിലെന്ന് പറയുമ്പം ഇവരുടെ ഒരു ബാത്റൂമാണ്. അല്ലേ ചേച്ചി? ആണ്. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീട്ടിൽ മക്കളെയും കൊണ്ട് എത്ര നാളായിട്ട് താമസിക്കുന്നുണ്ട്? ഞങ്ങളിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഇതിനകത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്. ആ. എന്താണ് നിങ്ങളുടെ സാഹചര്യം എന്താണ്? നമുക്ക് മെയിനായിട്ട് വീടില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, ബാത്റൂം ഇല്ല, കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനും നനയ്ക്കാനും ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മക്കൾ എത്രയിലൊക്കെയാ പഠിക്കുന്നത്? മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആ. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മോളെയും മോനെയും ഒന്നും വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്, അല്ലേ? ആണ്. നമുക്കിവിടെ ഈ ലൈഫിന്റെ പദ്ധതി പ്രകാരം വീടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. ലൈഫിന്റെയും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. തരാമെന്ന് പറയുമല്ലാതെ കൊണ്ട് ആ. ഒന്നും തന്നിട്ടുമില്ല. ഇതുവരെ ഒന്നും നമുക്ക് അങ്ങനെ അനുവദിച്ചിട്ടില്ല, ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീട്ടില് താമസിക്കുന്ന വലിയ ബുദ്ധിമുട്ടിലാണല്ലേ? ആണ്. ഈ കാണുന്ന എന്താണ് ചേച്ചി? ബാത്റൂം. നിങ്ങളുടെ ബാത്റൂം ആണല്ലേ? ബാത്റൂം അപ്പം ബാത്റൂം പോലും നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടില്ല. ഇല്ല, ബാത്റൂമും ഇല്ല, നമുക്ക് കക്കൂസിന് പോലും കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ. നമ്മുടെ മോളൊക്കെ ഇവിടെ നിന്നാണോ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്? കുളിക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെയല്ല. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മോന് കുളിക്കുന്നതിന്റെ കാഴ്ച വളരെ സങ്കടത്തോടെ കണ്ടു. തുണിയൊക്കെ കഴുകുന്ന കല്ലിന്റെ മൂലയിൽ നിന്നിട്ടാണ് മോന് കുളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ്. നമ്മളുടെ ഈ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാം ഈ ഷെഡിലാണ് ചെയ്യുന്നത്. എല്ലാം ഷെഡിനകത്തില്ല. മഴ പെയ്യുമ്പോഴും എല്ലാം മുറ്റത്തിട്ട കഞ്ഞി വെക്കുന്നതും എല്ലാം നമുക്ക് ഈ നാട്ടുകാരുടെയൊക്കെ ഈ തൊട്ടയലത്ത് താമസിക്കുന്ന കുറച്ച് പേരൊക്കെ സഹായിക്കുമെന്ന് തോന്നുന്നു, അല്ലേ? 2-3 പേരൊക്കെ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. അല്ലാതെ വേറെ ആരും ഇല്ല. ചേച്ചിക്ക് എന്താണ് ഒരു ആഗ്രഹം എന്ന് പറയുന്നത്? എനിക്കൊരു മെയിനായിട്ട് ഒരു വീട് വേണം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം കിട്ടണം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യം ഇല്ല, അല്ലേ? ഇല്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്നതൊക്കെ എന്ന് പറയുമ്പം ഇവിടെ ഈ ലൈറ്റ് ഇവിടെ കറണ്ടൊക്കെ ഉണ്ടോ? കറണ്ട് ഉണ്ട്. പഠിക്കാനും എടുക്കാനുള്ള എല്ലാം കട്ടിലേരുന്ന കാര്യങ്ങൾ നടത്തുന്നതല്ല. ഞാൻ ഇവർ താമസിക്കുന്ന വീടൊന്ന് കാണിച്ചു തരാം. അകത്തോടൊന്ന് കയറാമോ ചേച്ചി? അപ്പോൾ ഇവർ താമസിക്കുന്ന പറയുമ്പം ഈ ഒരു ചെറിയ ഷെഡിലാണ് കേട്ടോ. അപ്പോൾ അത്രയും സാഹചര്യം മോശമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്താണ് ഇവിടെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇവരെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ്. അപ്പം ഈ സാധനങ്ങളും പാചകവും ഈ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന പറയുമ്പം വളരെ വളരെ സങ്കടത്തോടെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടിയാണ് ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞു പഠിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നാണോ? വെച്ചിരുത്താനുള്ള സൗകര്യം പോലും അതുങ്ങൾക്കില്ല. ഇല്ല. ഈ ഷെഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി, അല്ലേ? 1 വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിന് മുകളിലായി ഇവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഞാൻ ഇത് കണ്ടില്ലേ, ഇവരുടെ ഒരു മുറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് ഇത് കണ്ടോ. ഇത്രയും വളരെ സങ്കടകരമാകുന്ന ഒരു കാഴ്ചയാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ വെച്ചിട്ടാണ്. അതിനൊപ്പം എന്ന് പറയുമ്പോൾ ആ കാണുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബാത്റൂമാണ്. കുഞ്ഞൊക്കെ ഇന്ന് കുളിക്കുന്ന വളരെ സങ്കടത്തോടെ ഞാൻ കാണുകയുണ്ടായി. അപ്പം ഈ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബുധനൂരാണ് അല്ലേ? ബുധനൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇത് എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറയുമ്പം ഇത് സാധാരണ കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടുമ്പം ഇത് ഒരു ഷോക്കേസിലൊക്കെയാണ് വെക്കുന്നത്. മക്കൾക്ക് കിട്ടിയാണോ ഇത്? കിട്ടിയത്. ഇതൊക്കെ ഇവിടെ കിടക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഷെഡിലാണ് ജീവിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇവരുടെ ബാത്റൂം വളരെ ഒരു കുഞ്ഞാണ്. അവൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു കുഞ്ഞു മോനുണ്ട്. അവൻ കുളിക്കുന്നതിൻ്റെ കാഴ്ചയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം. ഇവർക്കൊരു വീടിന് വേണ്ടിയാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഒരു കുടുംബത്തിനുണ്ടാകണം. ചേട്ടനെ കൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ല, അല്ലേ? ഇല്ല.
ആ ചേച്ചിയാണ്. ഉം, ചേച്ചിയുടെ ഒരു ഇതാണ് എന്താ പറയണ്ടേ, ജീവിതത്തിൽ ആ മക്കൾക്ക് വേണ്ടി അവർക്ക് കയറി കിടക്കാൻ വേണ്ടി ഒരു നല്ലൊരു വീട് അല്ലെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം അതുണ്ടാകണമെന്നാണ് ആഗ്രഹം. അപ്പം ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു പറയുമ്പം നമ്മുടെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം. ഞാൻ കുറച്ച് നാളായി വീഡിയോകളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ അറിയുമ്പം ഇവിടെ ഓടി എത്തണമല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ സ്ഥലം കറക്റ്റ് എവിടെയാണ് ചേച്ചി? ഇത് ബുധനൂര്, ഇത് ചെങ്ങുന്നും ബുധനൂര്. ബുധനൂർ. ഈ നിൽക്കുന്ന സ്ഥലം ബുധനൂര്. ആ ബുധനൂർ തന്നെ. ബുധനൂര്. ആ ആ. അപ്പം ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകും.